മുതൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 200% വരെ ബോണസ് ലഭിക്കും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഈ അടുത്തായി ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് എന്നീ സമൂഹ മാധ്യമങ്ങളുടെ മാതൃകമ്പനിയായ മെറ്റ സ്വീകരിച്ച ചില നടപടികൾ വലിയ വിമർശനങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഒരേ സമയം ജീവനക്കാരെ പിരിച്ചുവിടുകയും ഉദ്യോഗസ്ഥരുടെ ബോണസ് വർദ്ധിപ്പിക്കുകയും ചെയ്തതാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. പുതിയ തീരുമാനപ്രകാരം മെറ്റ എക്സിക്യൂട്ടീവുകൾക്ക് ഇനി മുതൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 200% വരെ ബോണസ് ലഭിക്കും. നേരത്തെ മെറ്റ എക്സിക്യൂട്ടീവുകൾക്ക് 75% മാത്രമായിരുന്നു ബോണസായി നൽകിയിരുന്നത്. ഈ സ്ഥാനത്താണ് ഇപ്പോൾ ബോണസ് കുത്തനെ കൂട്ടിയത്. ഈ വർഷം കമ്പനിയിലെ ഉന്നതർക്ക് വലിയ ബോണസുകൾ വാഗ്ദാനം ചെയ്യുമെന്ന് മെറ്റ നേരത്തെ വ്യക്തമാക്കിയിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. 2025 ഫെബ്രുവരിയിലാണ് മെറ്റയുടെ ഡയറക്ടർ ബോർഡ് ബോണസ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. മെറ്റയിലെ ഉന്നത എക്സിക്യൂട്ടീവുകളുടെ ശമ്പളം മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് കുറവായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ശമ്പളം നൽകാൻ തീരുമാനിച്ചതെന്നും കമ്പനി പറയുന്നു. എന്നാൽ ഒരു വശത്ത് ബോണസ് കൂട്ടുമ്പോൾ മറുവശത്ത് ജീവനക്കാരിൽ 5% ആളുകളെ മെറ്റ പിരിച്ചുവിട്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 3600 ജീവനക്കാരെയാണ് കുറഞ്ഞ പ്രകടനമെന്ന കാരണം ചൂണ്ടിക്കാട്ടി മെറ്റ ഒഴിവാക്കിയത്. ഇതിനു പുറമെ ജീവനക്കാർക്ക് നൽകിയിരുന്ന സ്റ്റോക്ക് ഓപ്ഷനുകൾ 10% കുറച്ചു. മെറ്റയുടെ ഈ നടപടി വലിയ വിമർശനങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്.